കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ പെൺകുട്ടിയും ആൺസുഹൃത്ത് ഫർമാൻ ഖാനും നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി അതിൽ നാളെ വിധി പറയുകയാണ്. തനിക്ക് പ്രായപൂർത്തിയായെന്നും മധ്യപ്രദേശ് സർക്കാരിന്റെ സഹായത്തോടെയാണ് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതെന്നും പെൺകുട്ടി പറഞ്ഞു. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്നാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ വാദം. വിഷ്ണു സുരേഷ് വിഷ്ണു അത് തിരുത്തിയതാണ് എന്നതടക്കം മധ്യപ്രദേശിലേക്ക് പോകാൻ കഴിയുന്നില്ല, ഭയമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടി ചൂണ്ടിക്കാട്ടിയതാണ്. നാളെ പറയുന്ന വിധിയിൽ പെൺകുട്ടിക്കും ഫർഹാനും പ്രതീക്ഷയുണ്ടോ വിഷ്ണു? ഹാഷ്മി, നിലവിൽ മധ്യപ്രദേശ് പോലീസ് അറിയിപ്പ് അനുസരിച്ചാണെങ്കിൽ ഫർമാൻ മാത്രമാണ് കേസിലെ പ്രതി. പെൺകുട്ടിയെ പ്രതി ചേർത്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം ഇവർ വ്യാജരേഖ തയ്യാറാക്കി, അതോടൊപ്പം തന്നെ പലയിടങ്ങളിലായി ഇത്തരം വ്യാജരേഖ ഉപയോഗിച്ചിട്ടുണ്ട് തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് മധ്യപ്രദേശ് പോലീസ് മുന്നോട്ട് വെച്ചത്. പെൺകുട്ടിയാകട്ടെ തനിക്ക് മധ്യപ്രദേശിലേക്ക് പോകുന്നതിന് ഭീഷണിയുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ദുരഭിമാന കൊല ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്, കേരളത്തിലായതുകൊണ്ടാണ് ഇപ്പോൾ സുരക്ഷിതമായി ഇരിക്കുന്നത് തുടങ്ങിയ വാദമുഖങ്ങളൊക്കെയാണ് മുന്നോട്ട് വെച്ചത്. കോടതി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചത് പെൺകുട്ടിക്ക് പരാതിയില്ലല്ലോ എന്നൊരു ചോദ്യം കോടതി ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ മധ്യപ്രദേശ് പോലീസ് പറഞ്ഞത് പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല, സ്വാഭാവികമായും പെൺകുട്ടിയല്ല പരാതിപ്പെടുക, മാതാപിതാക്കളാണ് അത്തരത്തിലൊരു പരാതി മുന്നോട്ട് വെച്ചിട്ട് അങ്ങനെയാണ് ആ പരാതി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ജാമ്യം നൽകരുത് ഈ പ്രതിക്ക്. പ്രതി പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്, SCS ടാക്സ് അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന ശക്തമായ നിലപാടാണ് മധ്യപ്രദേശ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാലും നാളെ ഇതിൽ വിധി ഉണ്ടാകും. ഈ ഫർമാന്റെ ജാമ്യ ഹർജിയിൽ നാളെ വിധി പറയുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഹാഷ്മി, ഓക്കെ, അപ്പോൾ അതിൽ കുട്ടിക്ക് പ്രായപൂർത്തിയായ സർട്ടിഫിക്കറ്റ് തിരുത്തിയതാണോ അല്ലേ തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളിൽ നാളെ നിർണായകമായ വിധി അത് പ്രധാനമാണ്. അവരുടെ ജീവിതത്തിന്റെ കാര്യത്തിലും ആ വിധി പ്രധാനമാണ് അല്ലേ? അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.